എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 5 നാരങ്ങ ആണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം 5 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 7 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പില. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഇതിപ്പോൾ നാരങ്ങ ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം തുടച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നാരങ്ങ കഴുകിയതിന് ശേഷം തുടയ്ക്കണം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചതയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. അത് ഈ നാരങ്ങ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റണം. ഒരു 10 മിനിറ്റ് മതി. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒത്തിരി പൊട്ടിപ്പോകണ്ട. നിങ്ങളിടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇതിൻ്റെ നാരങ്ങ സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. അപ്പം നാരങ്ങ ഞാനൊരു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാരങ്ങ കട്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. ഞാൻ ഇതിലോട്ട് 1.5 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിൽ ഒഴിച്ചാൽ കുറച്ച് നാൾ അച്ചാറൊക്കെ നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറുള്ളത്. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. കുറച്ച് ദിവസം ഇരിക്കുമെങ്കിൽ നല്ലെണ്ണ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഓണത്തിനായിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നാരങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുവാണ്. നാരങ്ങയുടെ അനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ഇടുന്നതാണ് അച്ചാറിലേക്ക് ടേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ചതച്ചിടാം, നീളത്തിലരിയാം. ഇപ്പം ഞാൻ ചെറു കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടുക പൊടികൾ ചേർക്കുമ്പോൾ. 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തു. തീ വളരെ ലോ ഫ്ലെയിമിൽ ഇടുക, കാരണം മുളക് പൊടി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ചാറായിട്ട് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാരങ്ങ ഇട്ട് കൊടുത്തു. ഇപ്പം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ സദ്യക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏതാനും 10 ദിവസം കൂടെ ഉള്ളൂ ഓണത്തിന്. അപ്പോൾ എൻ്റെ ഓണസദ്യ റെസിപ്പി എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ഓണസദ്യ റെസിപ്പിയാണ് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.